ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ഓട്സ് കൊണ്ട് ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു മധുരപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് വൈറ്റ് ഓട്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു 2 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതൊന്ന് ചൂടായി കിട്ടുന്നത് നല്ലതാണ്. ഓപ്ഷനിലാണ് കേട്ടോ, വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വറുത്താൽ അതിന് ആ പുട്ടിനൊരു സ്വാദ് കൂടുതലുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അത് കരിഞ്ഞൊന്നും പോകരുത്. ഓട്സല്ലേ, പെട്ടെന്ന് ഇതാവും. ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതേ നമ്മൾ ഓട്സൊക്കെ ആയിട്ടോ ഒരു 3 മിനിറ്റൊക്കെ കണ്ടോ, അതിൻ്റെ കളറൊന്നും പോവണ്ട. അതൊന്ന് നന്നായി ചൂടായി വന്നു, അത്രയും മതി. ഇത് ഓഫ് ചെയ്യാണ്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ഒരുപാട് നേരമൊന്നും വേണ്ട, എന്നാലും ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതേ നമ്മൾ അടിച്ചെടുത്ത ആ ഓട്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനൊരു കാര്യം ചേർക്കുന്നത്, ഇതിപ്പോൾ നമ്മളെ അരിപ്പൊടി, നമ്മളെ പുട്ടുപൊടി ഉണ്ടല്ലോ, അരി കൊണ്ടുള്ള പുട്ടുപൊടിയാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിങ്ങനെ ചേർക്കാറുണ്ട്. അത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആകൃതിയും കാര്യമൊക്കെ വൃത്തിയായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് പൊടി കേട്ടോ, ഇതൊരു അരക്കപ്പേ ഉള്ളൂ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി കേട്ടോ. അരി തീരെ യൂസ് ചെയ്യുന്നവർക്ക് ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ പുട്ടുപൊടി, സാധാരണ പൊടി തന്നെയാണ് ചേർത്തത്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഓട്സ് ആയതുകൊണ്ട് അധികം വെള്ളം ആവശ്യമില്ല, ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പൊക്കെ വെള്ളമേ ആവശ്യമുള്ളൂ. ഒന്ന് ഈർപ്പത്തിൽ കിട്ടണം, അത്രയേ ഉള്ളൂ. അതേ നമ്മളെ പൊടി കൊഴിച്ചു, വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ, ഈ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും, കുഴപ്പമാക്കണ്ട. നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അത് വൃത്തിയായി കിട്ടിക്കോളും. ചൂടൊന്ന് ഈ മിക്സിയിലേക്ക് മുഴുവനിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതൊക്കെ പൊടിച്ച് വെച്ച് കൊണ്ടുവന്നുണ്ടോ കണ്ടോ. അപ്പോൾ പൊടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളെ പുട്ടിന് ചെയ്യില്ലേ, അതേപോലെ തന്നെ നാളികേരം ഇട്ടു. പിന്നെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് സ്പൂൺ ഇട്ടു. ഇനി നമ്മൾ മധുരപ്പുട്ടായിട്ടാണല്ലോ ചെയ്യണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചേർക്കുന്നത് നമ്മളെ ഈ നേന്ത്രപ്പഴം, നമ്മളെ ഏത്തപ്പഴം ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഓട്സിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ റവയും ചേർക്കാം കേട്ടോ അതിൽ. ഇപ്പം പുട്ടുപൊടിയും മറ്റേ അരിപ്പൊടിക്ക് പകരം. പിന്നെ ഞാൻ ചേർക്കുന്നത് നോക്കൂ, നമ്മളെ ശർക്കര പൊടിയാണ് കേട്ടോ. ശർക്കര ചീകി വെച്ചിട്ട് ചേർത്താലും മതി. ഇവിടെ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ശർക്കര പൊടി ചേർക്കുകയാണ്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു സ്വാദ് കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ വെറുതെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, കറി കൂട്ടി കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഇഷ്ടമാകും. ഓട്സൊന്നും കുട്ടികൾ കഴിക്കില്ലല്ലോ. വീണ്ടും ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർക്കുന്നത് നാളികേരമാണ്. പിന്നെ കുറച്ച് ഇത് ചേർത്ത് കൊടുക്കുകയാണ്, നമ്മളെ പഴം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മളെ പൊടി, നമ്മളെ പഴം, ശർക്കരപ്പൊടി, പിന്നെ നമ്മളെ നാളികേരം. അടച്ച് വയ്ക്കുകയാണ്. നമ്മളെ പുട്ടും കുടം വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ആവി വരട്ടെ. അപ്പം നമ്മളെ പുട്ട് കാവിയൊക്കെ വന്നു തുടങ്ങിയിട്ടോ. നമുക്കതെടുക്കാം. നമ്മളെ പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് വെക്കാം കേട്ടോ.
ഇതിപ്പോൾ ഇനി കഴിക്കുമ്പോൾ നമുക്ക് പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും ഇനിയിപ്പോൾ പഴം വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് എടുക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇഷ്ടമാവും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓട്സ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കറി കൂട്ടി കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് വയ്ക്കാം. ഇത് നമ്മൾ ഓട്സ് കൊണ്ടുള്ള മധുരപ്പൊട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പടം പുഴുങ്ങിയ പഴം വെച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല സാധനമാണ്. നമുക്ക് ഈ മധുരത്തിന് ഒഴിവാക്കിയാൽ നല്ലൊരു ഹെൽത്തിയാണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.